ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ക്രിസ്തുവിൽ ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വിവിധ പുനരുത്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചു. യഹൂദന്മാർക്കുണ്ടാകുന്ന പുനരുത്ഥാനം, താൽക്കാലികമായി നടന്നിട്ടുള്ള പുനരുത്ഥാനം, നിത്യ പുനരുത്ഥാനം തുടങ്ങിയ ചില വിഷയങ്ങൾ നമ്മൾ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ 6-ാം തീയതി മുതൽ എന്താണ് ഉൽപ്രാവണം എന്നതിനെ കുറിച്ച് നാം ചിന്തിക്കുകയാണല്ലോ. തുടർന്ന് രക്തസാക്ഷികളുടെ പുനരുത്ഥാനത്തെ കുറിച്ചാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അവൻ 5-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവവചനം നിമിത്തവും തങ്ങൾ പറഞ്ഞ സാക്ഷ്യം ഹേതുവായും അർക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ഞാൻ യാഗപീഠത്തിൽ കീഴിൽ കണ്ടു. യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്നതായ കാര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അതേപോലെ 20-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലും അവിടെയും പറഞ്ഞിരിക്കുന്നത്, ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയും അതിന്റെ പ്രതിമയെയും നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു. ഇവിടെ പറയപ്പെട്ടിരിക്കുന്ന പ്രത്യേക ഗണം മഹാപീഡനകാലത്ത് രക്തസാക്ഷികളായി മരിക്കുന്നവരാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. രക്തസാക്ഷി ഗണത്തോടുകൂടി വന്നുചേരുന്ന മറ്റൊരു വിഭാഗമാണ് മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെടുന്ന രക്ഷിതഗണം. അത് വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 9 മുതൽ 14 വരെയുള്ളതായ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രത്യേകിച്ച് അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ, ഇതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിന് കുഞ്ഞാടിനും മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അങ്ങനെ മഹോപദ്രവകാലത്ത് രക്ഷിക്കപ്പെടുന്ന ഒരു പ്രത്യേക രക്ഷിതഗണത്തെയാണ് ഈ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മഹോപദ്രവത്തിൽ രക്ഷിക്കപ്പെടുവാൻ ചിലർക്ക് അവസരം ലഭിക്കും എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. സുവിശേഷം ശരിയായി കേൾക്കാനോ ഗ്രഹിക്കാനോ കഴിയാതെ പോയ ചിലർ ഈ അവസരത്തിൽ സുവിശേഷം കേട്ട് മാനസാന്തരപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ സഭയുടെ ഉൽപ്രാവണത്തിന് മുൻപ് സുവിശേഷം കേട്ടിട്ടും അത് കൂട്ടാക്കാതെ മനഃപൂർവ്വം പാപത്തിൽ തുടർന്നവർക്ക് സഭ എടുത്തുകൊള്ളപ്പെട്ടതിന് ശേഷം യാതൊരു വിധമായ അവസരവും ഉണ്ടാകുകയില്ല എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 5:2 ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ കൃപായുഗത്തിൽ രക്ഷിക്കപ്പെടുവാൻ കഴിയാതെ പോകുന്നവർക്ക് പിന്നീടൊരവസരം ഉണ്ടാകുന്നതല്ല. സുവിശേഷം കേട്ടിട്ടും മനസ്സ് കഠിനമാക്കി നടക്കുന്നവർക്ക്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ സുവിശേഷം കേൾക്കാതെ അല്ലെങ്കിൽ മനസ്സിലാകാതെ പോയതായ ചിലർക്ക് കൂടി ആ മഹോപദ്രവ കാലഘട്ടത്തിൽ കർത്താവ് രക്ഷയുടെ ഒരു പീരീഡ് വെച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ കൃപ എത്ര വലുതാണ് എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ പ്രിയമുള്ളവരെ, ഇപ്രകാരം പുനരുത്ഥാനത്തിന്റെ പല ഭാഗങ്ങൾ നമുക്ക് ദൈവവചനത്തിൽ വ്യക്തമായി കാണുവാനായിട്ട് കഴിയുകയാണ്. എന്നാൽ സഭയുടെ ഉൽപ്രാവണം കർത്താവിന്റെ 2-ാം വരവിൽ നടക്കും. അന്ന് കൈവിടപ്പെട്ടു പോകുന്നവർക്ക്
അല്ലെങ്കിൽ സുവിശേഷം കേട്ടിട്ടും കൂട്ടാക്കാതെ പോകുന്നവർക്ക് പിന്നീടൊരവസരം ലഭിക്കുന്നതല്ല എന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അത് ദൈവവചനത്തിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് മുന്നേറാം. നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. ദാവീദ് ഗോത്രത്തിൻ സിംഹമായോനേ, ദാവീദിൻ താക്കോൽ കയ്യിലുള്ളവനേ. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. നീ തുറന്നാലത് അടയ്ക്കുവതാര്, നീ അടച്ചാലത് തുറക്കുവതാര്. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏറെ രാജാമുടി ശിരസതിൽ ധരിച്ച് 7 പൊന്നില വിളക്കുകൾ അതിൻ നടുവിൽ എഴുന്നള്ളി വന്നോരേ.